പുറത്തെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ജാസ്മിന് പറഞ്ഞു കൊടുത്ത ഒരാളാണ് സായി. അഫ്സലിനെ കുറിച്ചും പുറത്തു നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ഇന്റർവ്യൂവിനെ കുറിച്ച് വരെ പറഞ്ഞു കൊടുത്തു. പാപ്പയുടെ ഉമ്മയുടെ പേരിൽ വന്ന ഇന്റർവ്യൂകൾ വരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതിന് ശേഷം ബിഗ് ബോസിന്റെ വായിരിക്കുന്ന വാണിംഗും കേട്ടു. എന്നിട്ട് സായിക്ക് എന്താണ് തിരിച്ചു കിട്ടിയത്? ജാസ്മിന്റെ വക നോമിനേഷൻ. സത്യം, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, സത്യമായിട്ടും സായിയെ നോമിനേറ്റ് ചെയ്തു. ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. ജാസ്മിൻ നോമിനേറ്റ് ചെയ്തതിൽ ഒരാള് സായിയാണ്. സത്യത്തിൽ നോമിനേഷൻ ചെയ്യാനായിട്ട് പറഞ്ഞ റീസൺ ആണ് എന്നെ ഞെട്ടിച്ചളഞ്ഞത്. അതായത് ഒരു റീസൺ, പുറത്തെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചാൽ ഇവിടെ വന്ന് പറയാൻ പാടില്ലാത്തതാണ്, അത് സായി പറഞ്ഞു. പിന്നെ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു അത് ചിലപ്പോ സത്യമാകാം കള്ളമാകാമെന്ന്. അപ്പൊ അത് എന്തോ ആയിക്കോട്ടെ, എന്റെ പേഴ്സണൽ കാര്യം. എന്നാലും പുറത്തെ കാര്യം ഞാൻ ചോദിച്ചാലും പറയാൻ പാടില്ലല്ലോ, അത് പറഞ്ഞത് ഒരു കാരണം. രണ്ടാമത് ജാൻമണിയെ പേടിച്ചാണ് നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞത്. അത് സായിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തതുകൊണ്ടാണ്. അപ്പൊ ശരിക്കുള്ള കാരണം ആദ്യം പറഞ്ഞതാണ്, പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞാൻ അതുകൊണ്ട് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയി.